CJ റോയിയുടെ മരണം, റോയിയുടെ ഉറക്കം കെടുത്തിയത് കള്ളപ്പണ ഇടപാടുകളോ എന്നൊക്കെ തരത്തിൽ ഇപ്പോൾ ചില വാർത്തകൾ അവിടെ എവിടെ നിന്നൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ മരണത്തിന് കാരണം മോദിയാണ്, പിന്നെ കേന്ദ്ര സർക്കാർ ഏജൻസികളാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ, അത്തരം ചില വാദങ്ങളൊക്കെ പൊങ്ങി വന്നു. ഇപ്പോൾ അത് മാറി നേരെ തിരിച്ചിങ്ങനെയാണ് പോകുന്നത്. മാത്രമല്ല ഈ CCTV നിശ്ചലം ഇതൊക്കെ വരുമ്പോൾ ഈ നവംബറിൽ റോയ് ഒരു വലിയ പാർട്ടി നടത്തിയിരുന്നു. അതായത് GCC രാജ്യങ്ങളിലേക്ക് കോൺഫറൻസ് ഗ്രൂപ്പ് അതിന്റെ വിപുലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ കേരളത്തിൽ നിന്നുള്ള ചില സിനിമാ നടന്മാരടക്കം ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ എന്നാണ് പറയുന്നത്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ സിനിമാ മേഖലയുമായി നടക്കുന്നു. കാരണം അവര് റോയിയും തമ്മിലുള്ള ഇടപാടുകൾ, പ്രത്യേകിച്ച് ഇയാൾ ഒരു സിനിമാ നിർമ്മാതാവ് കൂടിയായിരുന്നു. അപ്പൊ അത്തരത്തിൽ ചില ഇടപാടുകൾ നടക്കുന്നു. എന്തായിരിക്കും റോയിയുടെ ഉറക്കം കെടുത്തിയ ആ ലോക്കറിലുള്ള രഹസ്യം? അത് ഒരുപക്ഷെ ഇടിക്ക് മാത്രമേ അറിയൂ എങ്കിൽ പോലും റോയ് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞില്ലേ, തനിയെ വെട്ടിപ്പിടിച്ച പാതയിലൂടെ നടന്ന് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താളാണ്. സ്വാഭാവികമായിട്ടും ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു പകരം വെക്കാനില്ലാത്ത പ്രതിഭയായിട്ടൊക്കെ മാറിയിരുന്നു. പക്ഷേ ഇതേ റോയ് തന്നെ പലപ്പോഴും സിനിമാ നിർമ്മാതാവിന്റെ വേഷം അണിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം മോഹൻലാൽ നായകനായിട്ടുള്ള കാസനോവ, അതുപോലെ തന്നെ സിദ്ദിഖ് സംവിധാനം ചെയ്ത ജെന്റിൽമാൻ എന്നോ അങ്ങനെ മറ്റോ ആണ് പേര്. അങ്ങനെ ഒരു 7-8 സിനിമ മലയാളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ കുഞ്ഞാലി സഹസംവിധായകനായിരുന്നു. എന്തായാലും ഈ എടുത്ത സിനിമകളൊന്നും തന്നെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരു ലാഭം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പല സിനിമകളും പരാജയപ്പെട്ടു എന്ന് പറയാം. തെലുങ്കിലും 2-3 സിനിമ എടുത്തത്, അത് 10ഓളം സിനിമകൾ എടുത്തെങ്കിലും ഒരു സിനിമ പോലും ലാഭം ഉണ്ടാക്കിയെടുത്തത് അല്ല എന്ന് മാത്രമല്ല, പല സിനിമകളും ഈ നിർമ്മാണം ഇടയ്ക്ക് വെച്ച് നിന്നു പോകുമ്പോൾ സിനിമാ താരങ്ങൾ നേരിട്ട് ഈ റോയിയെ വിളിക്കാറുണ്ട്, ഞങ്ങളുടെ ഈ സിനിമ ഒന്ന് പൂർത്തിയാക്കാൻ സഹായിക്കണം. അങ്ങനെ ചിലപ്പോഴൊക്കെ നിർമ്മാതാവിൻ്റെ റോൾ എടുത്താണെന്ന് പറയുന്നുണ്ട്. എന്തായാലും സിനിമ നിർമ്മിച്ചു, ധാരാളം പണം നഷ്ടമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബിസിനസ് സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിയാലിറ്റി ഷോകൾ കണ്ടില്ലേ, ചാനലുകളിലെ റിയാലിറ്റി ഷോകളിലൊക്കെ തന്നെ ഒരു ഫ്ലാറ്റാണ് സമ്മാനം പറയുന്നത്. പലപ്പോഴും ഈ ഫ്ലാറ്റ് കൃത്യസമയത്ത് കൊടുത്തില്ല എന്ന് പറയുന്നതൊക്കെ പരാതിയുണ്ട്. എന്തായാലും ഈ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട്, സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൻതോതിൽ പണം ചെലവഴിക്കുന്നു. പക്ഷേ ഈ റോയിക്ക് വരുന്ന പണത്തിനനുസരിച്ചായിരുന്നില്ല ചെലവ് എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ആദായ നികുതി വകുപ്പിന് ഇത് സംബന്ധിച്ചുള്ള ചില പരിശോധനകൾ നടത്തേണ്ടി വന്നു. ഈ പരിശോധനകൾ നടത്തിയത് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ വിങ് ആണ്. അവർ നടത്തിയപ്പോൾ വരവിനേക്കാൾ കൂടുതൽ പണം റോയ് ചെലവഴിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അപ്പോൾ ഈ ചിലവഴിക്കുന്നതിൻ്റെ രേഖകൾ ഇവർ സ്വാഭാവികമായിട്ട് ഓഡിറ്റൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല റോയിക്ക് എല്ലാ മേഖലയുമായിട്ട് നല്ല ബന്ധമാണ്. ബംഗളൂരു എന്ന് പറഞ്ഞാൽ കർണാടക സർക്കാരുമായിട്ട്, അവിടുത്തെ ഈ IT ഉദ്യോഗസ്ഥരുമായിട്ട്, EDയുമായി ബന്ധപ്പെട്ട മേഖലയുമായിട്ട്, സിനിമാ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട്, സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയക്കാരുമായിട്ട്, അപ്പോൾ എല്ലാ മേഖലകളിലും വലിയ ബന്ധമുള്ള റോയിയുടെ ഈ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ മലയാളികൾ അന്വേഷണ സംഘം അവിടേക്ക് എത്തി. അതായത് റോയി ഒരു കാരണവശാലും ഈ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ അവിടെ വേണമെന്ന് ആരൊക്കെയോ ശഠിച്ചു. ആദ്യഘട്ടത്തിൽ പറഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ പീഡനമാണ്, ഉദ്യോഗസ്ഥരുടെ ഈ നിലപാടുകൾ കൊണ്ട് അദ്ദേഹം വെടിയേറ്റ് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റോയിക്ക് കിട്ടിയ പണത്തിന്റെ സ്രോതസ് സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട്. കാരണം വലിയ തോതിൽ പണം ചെലവഴിക്കണമെങ്കിൽ വരുമാനത്തിനനുസരിച്ചല്ല ചെലവ്. കാരണം വരുമാനത്തിനനുസരിച്ചല്ല ചെലവെങ്കിൽ അയാൾ പാപ്പരായി പോകും, അല്ലെ, കടക്കണിയിൽപ്പെടും. ധാരാളം കാറുകളുടെ, ആഡംബര കാറുകളുടെ വലിയ ശേഖരമുണ്ട്. ഈ കാറുകളൊക്കെ വിറ്റ് വേണമെങ്കിൽ കടം തീർത്തുകൂടെ? ഒരു വശത്തുനിന്ന് ഉന്നയിക്കുന്ന ചോദ്യമാണ്. ധാരാളം ഫ്ലാറ്റുകളൊക്കെ 3000-4000 കോടിയുടെ പ്രോജക്റ്റുകളാണ് ഇദ്ദേഹം നടപ്പാക്കുന്നത്. ഇതൊക്കെ നടപ്പാക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ വെച്ച് ബാങ്കിന്റെ സഹായത്തോടെ ഇതിനെ അതിജീവിച്ചുകൂടെ? ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ റോയി എന്തിനാണ് വെടിവെച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ റോയിയുടെ കുടുംബാംഗങ്ങൾക്കോ പോലീസിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ ഇതുവരെ സാധിച്ചില്ല. റോയിയുടെ മരണം സംഭവിച്ച ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ ഈ രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നത് എന്താണെന്നുള്ളതും നമ്മൾ ഗൗരവമായി കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ CJ റോയിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ ഉള്ളറകളിലേക്ക് പരിശോധിക്കുമ്പോഴാണ് CJ റോയിയുടെ വരുമാനം 12 റോൾസ് റോയ്സ് കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കാറിന് 2-2.5 കോടിക്ക് മേളിൽ അതെ, കോടികളുടെ. കാരണം അവര് നിർമ്മിക്കുന്നത് തന്നെ ഇത് മെയിൻറ്റെയിൻസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളവർക്കാണ് ഇത് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഈ കളിക്ക് പറയുക ഏതെങ്കിലും ഒരു കാലത്ത് ഞാനും വാങ്ങും റോൾസ് റോയ്സ്, നമ്മളെ കൊണ്ടൊന്നും ജീവിതത്തിൽ നടക്കില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ സമയത്ത് 12 എണ്ണം ഇദ്ദേഹത്തിനുണ്ട്, 11 വിമാനങ്ങൾ, എയർ വിമാനങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ ഒരു എന്താ പറയുക സാമ്പത്തിക നില ഇദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതനുസരിച്ചുള്ള വരുമാനമല്ല ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിന്റെ
നേരത്തെ പറയുന്നത് പോലെ ചെലവിന് അതീതമായ വരവ്. ഈ പല ബിസിനസ്സുകാരെയും നമ്മൾ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ പിന്നിൽ കള്ളപ്പണങ്ങളുണ്ട്. ഇതില് ഈ പലരും ഇപ്പോൾ ഞാൻ റോയിയുടെ കാര്യത്തിലല്ല പറയുന്നത്, മറ്റ് ചില ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിൽ ഡി കമ്പനിയുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ നമ്മുടെ ഈ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് അടക്കം അന്വേഷണത്തിൽ ഡി കമ്പനിക്ക് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പൊ ഈ ഡി കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുപ്രസിദ്ധമായ ഒരു കമ്പനിയാണ്. യഥാർത്ഥ പണമല്ല അവരിലുള്ളത്. അവരിൽ ഉണ്ടാവുന്ന പണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ പണം ഏതെങ്കിലും വഴിക്ക് ഇത്തരം ബിസിനസ്സുകാരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ റെയ്ഡ് നടക്കുന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ നിശ്ചലം എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. കാരണം ഇത്രയും വലിയ ബിസിനസ് മാഗ്നറ്റ് എന്നൊക്കെ പറയുന്ന ഒരാള് ഇദ്ദേഹത്തിന്റെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് നിശ്ചലമായി എന്നതൊരു വലിയ ചോദ്യമാണ്. ഇപ്പൊ മാത്രമല്ല ഇദ്ദേഹം ക്യാബിനുള്ളിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ഇപ്പൊ പറയുന്നത് അമ്മയെ വിളിക്കണം എന്ന് പറഞ്ഞ അകത്തേക്ക്, അങ്ങനെ അമ്മയെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തെ സ്വതന്ത്രനായി എങ്ങനെ വിടാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് അദ്ദേഹത്തെ അന്വേഷിക്കുന്നത് എന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിമിതമായ അറിവ് വെച്ച് എനിക്ക് തോന്നുന്നത് ആദായനികുതി ഓഫീസൊക്കെ റെയ്ഡിന് വന്നാൽ, അല്ലെങ്കിൽ ആ ഓഫീസേഴ്സൊക്കെ റെയ്ഡിന് വന്നാൽ, ഈ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഫോൺ വാങ്ങി വെക്കും, ഒരു പൊതു ഇടത്ത് അല്ലെങ്കിൽ ഹോളിലായിരിക്കും, അവിടെ ഇരിക്കണം, അത് അദ്ദേഹത്തെ നോക്കാൻ 2 ഉദ്യോഗസ്ഥരുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ പാടില്ല, ഫോണൊക്കെ വാങ്ങി വെക്കും ഇവര്. അങ്ങനെ ഒരാൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് അമ്മയെ വിളിക്കണം എന്ന് പറഞ്ഞ് അകത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അങ്ങ് സ്വതന്ത്രമായി വിടാൻ അത്ര വിവരമില്ലാത്തവരാണ് ആദായനികുതി ഏജൻസി ഉദ്യോഗസ്ഥരെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഒന്നുകിൽ ഇദ്ദേഹം ആ മുദ്ര വച്ച ലോക്കർ തുറക്കാനാണ് ഇദ്ദേഹത്തെ ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയത്. ആ ലോക്കർ തുറക്കണം എന്നുള്ള ഏറ്റവും അവസാനത്തെ സമ്മർദ്ദം ഒരുപക്ഷെ ഉണ്ടായിക്കാണും. അത് തുറന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നൊരു പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ശാഠ്യം പിടിച്ചിട്ടുണ്ടാകാം. കാരണം അതാണല്ലോ ഒരു ദുരൂഹതയെ നിൽക്കുന്നത്. അത് തുറക്കാൻ താൻ ജീവിച്ചിരുന്നാൽ അത് തുറക്കേണ്ടി വരും എന്നുള്ള അമിതമായ ഭയമായിരിക്കാം റോയിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. സ്വാഭാവികമായും ED ഉദ്യോഗസ്ഥരും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും റെയ്ഡ് നടത്തുന്ന സമയത്ത് ഇത്തരം ഒരു മരണം സംഭവിക്കുമ്പോൾ അത് കേന്ദ്രത്തിൻ്റെതാണ് ഈ അന്വേഷണ ഏജൻസികൾ. സ്വാഭാവികമായിട്ടും അവരെ തലയിലിടും. ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് കടക്കും. പിന്നീട് ഈ ഒരു തലത്തിലേക്ക് അന്വേഷണം പോകില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു. അപ്പൊ പിന്നെ ഇനി അന്വേഷണം ഏത് തലത്തിലേക്കൊക്കെ പോകും എന്നുള്ളത് കൃത്യമായി അറിയാം. മാത്രമല്ല ഇദ്ദേഹം താമസിക്കുന്നത് എമിറേറ്റ്സ് എന്ന് പറയുന്ന അതിന്റെ ഇതിലാണ്, ദുബായിൽ പിസ്റ്റേൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ മകൻ രോഹിത് റോയ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു തറക്കല്ലൊക്കെ ഇട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പുതിയ പ്രോജക്റ്റിന്റെ തറക്കല്ലൊക്കെ ഇട്ടത്. അപ്പൊ അത്രയും എന്താ പറയുക ഹൈ ലെവൽ പിന്നെ ആസ്തിയിൽ ജീവിക്കുന്ന ഒരാള് ഒരു പെറ്റി കേസ് പോലും ഉള്ള ഈ ഒരു ആദായനികുതി കേസിൽ ഭയന്നുകൊണ്ട് അദ്ദേഹം അങ്ങ് മരണപ്പെട്ടു പോകുന്നു. അദ്ദേഹം സ്വയം ജീവനെടുക്കുന്നു. എനിക്ക് ED ഭയമാണ്, എനിക്ക് ഇൻകം ടാക്സിനെ ഭയമാണ് എന്ന് 1000 കോടിയുടെ പിന്നെ തിരിമറി അദ്ദേഹം നടത്തിയെന്ന് വെച്ചോളൂ. ഈ 1000 കോടിക്ക് അതിന്റെ ടാക്സും അല്ലെങ്കിൽ അതിന്റെ പെനാൽറ്റിയൊക്കെ അടയ്ക്കാൻ ഇത്ര സമയം കൊടുക്കില്ലേ? അതിനിടയ്ക്ക് അടച്ചു തീർത്താൽ പോരെ? റോയിയെ പോലുള്ള 90 കോടിയുടെ കാറ് തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ വീട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ആസ്തിയുള്ള ഒരാൾ GCCയിൽ തന്നെ ബിസിനസ്സുകൾ വിപുലീകരിക്കാൻ നിൽക്കുന്ന ഒരാള് ED വന്ന് കുറച്ച് പേപ്പറുകൾ ചോദിച്ചപ്പോൾ എന്നാ ഞാനങ്ങ് മരിച്ചു കളയെന്ന് പറഞ്ഞ് അങ്ങ് മരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ പൊട്ടന്മാരാണെന്നൊന്നി അവര് പറയണം, അല്ലെങ്കിൽ നമ്മൾ പൊട്ടന്മാരെ പോലെ സംസാരിക്കണം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ റോയിയുടെ കാര്യത്തിൽ ഒരുപാട് ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ സ്വാഭാവികമായിട്ട് ഡി കമ്പനി എന്നൊക്കെ പറയുന്നു, ഇത്തരം കമ്പനികൾ വൻതോതിൽ പണം ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കള്ളപ്പണം എന്ന് പറയുന്നത്. ഇത് വൈറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ബിസിനസ് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നു. അതൊരു പക്ഷേ ഭീഷണിയുടെ രീതിയിലായിരിക്കാം, അതല്ലെങ്കിൽ എന്താ പറയുക പരസ്പരമുള്ള ഒരു കൂട്ടുകച്ചവടമായിരിക്കാം, അതല്ലെങ്കിൽ ഇതിങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാം, അതായത് ഈ ഗുണ്ടാ സെറ്റപ്പിലൊക്കെ ഉള്ള രീതിയിൽ. അല്ല, ഇദ്ദേഹത്തിന്റെ കോൺസുലേറ്റ് പദവി വരെ ഇപ്പോൾ ദുരൂഹം എന്നാണ് പറയുന്നത്. അദ്ദേഹം $2 ലക്ഷം വേണ്ടി ഇദ്ദേഹം ഈ പണി ചെയ്യാൻ പോകുമ്പോൾ അപ്പൊ ഇദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് ചില ഇളവുകളൊക്കെ ഉണ്ട്. ഗ്രീൻ ചാനലിലൂടെ ഒക്കെ കടന്നു പോകാം, മറ്റേതുപോലെ ക്യൂ നിന്നൊന്നും. പണ്ട് നമ്മൾ കേരളത്തിലാണ് കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണക്കടത്ത് ബന്ധപ്പെട്ട്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന റോയ് ചെറിയ കാലത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ ലോഞ്ച് കാണാനായിട്ട് സ്കൂൾ വേഷത്തിൽ ഇടിച്ചു കയറി അതിനകത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചു, നീ എന്തിനാണ് ഇടിച്ചു കയറിയത്? നിനക്ക് ഇവിടെ കാർ മേടിക്കാനുള്ള പൈസ ഉണ്ടോ? അന്ന് അയാൾ അവിടെ വെച്ച് പറഞ്ഞത്, ഞാൻ ഒരിക്കൽ കുറേ ആഡംബര കാറുകൾ വാങ്ങുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ കൃത്യമായി പ്ലാൻ ചെയ്ത് ആ രീതിയിൽ ആസൂത്രണം
ആസൂത്രണ മികവോടെ മുന്നേറി. അങ്ങനെയാണ് ഇതെല്ലാം വെട്ടിപ്പിടിച്ചത്. പക്ഷേ വെട്ടിപ്പിടിച്ചതിൻ്റെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും ബിസിനസ്സാണ്, ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തെ മറികടന്ന് വേണം മുന്നേറാൻ. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ചില ചതികളൊക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെ ചില കൂട്ടുകച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ അന്വേഷണത്തെ പരിധിയിലേക്ക് വരും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, കുറെ പണം സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരാൾ ആത്മഹത്യ ചെയ്യില്ല. ഈ റോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം എത്ര വലിയ കേസാണെങ്കിൽ പോലും സാമ്പത്തിക ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസ്. അതിൽ വൻതോതിൽ പണം പിഴ അടച്ചാൽ മതി. സർക്കാരിലേക്ക് പിഴ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക ക്രമക്കേടിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. പക്ഷെ അങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ്. ഏതെങ്കിലും കാരണം വെച്ചാൽ ഇയാളെ അറസ്റ്റ് ചെയ്താൽ ശനി ഞായർ 2 ദിവസം ഇയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു പക്ഷേ ജാമ്യം പോലും കിട്ടണമെന്നില്ല. അത് മാനഹാനിക്കിട വരുത്തുമോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാം. അതല്ലെങ്കിൽ ആ 2 ദിവസം കൊണ്ട് തൻ്റെ എല്ലാ ഇടപാടുകളും ഈടി പൂട്ടിക്കെട്ടി തനിക്കെതിരെ പണി അങ്ങ് തുടങ്ങുമ്പോൾ തൻ്റെ കുടുംബം പിന്നീട് അങ്ങനെ ഒരു സംഭവിച്ചാൽ ഒരുപക്ഷെ തിങ്കളാഴ്ച പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ മാനസികമായിട്ട് ഭയപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം CJ റോയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് എന്താ, ഈ സിനിമാ താരങ്ങളുടെ പേരെല്ലാം ഉൾപ്പെടുത്തി, അല്ലെ അവരുടെ പേരൊക്കെ രേഖപ്പെടുത്തി അവരുമായി കമ്മ്യൂണിക്കേഷൻ ഉള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ഡയറി ഈ അന്വേഷണ സംഘം കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ലോക്കറിനുള്ള ഫയലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനകത്ത് രഹസ്യരേഖകളായിരിക്കാം, അത് ഫയലാകണമെന്നില്ല, ഡിജിറ്റൽ രേഖകളായിരിക്കാം, പെൻഡ്രൈവുകളായിരിക്കാം, എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ CJ റോയ് ഒരു ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട്. ഈ ഒളിച്ചുകളിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തു വിടണം. അല്ലെങ്കിൽ ഈ പറയുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് എല്ലാ കുറ്റവും കെട്ടിവെക്കില്ല. അങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല. CJ റോയിയുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ അത് തിരിച്ചറിയണം. അതല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ കള്ളക്കളിയാണ് നടത്തിയെങ്കിൽ അതും പൊതുസമൂഹത്തിന് മുമ്പിൽ തിരിച്ചറിയണം. എന്തായാലും ദുരൂഹത അവസാനിപ്പിക്കണം. ഇതല്ലേ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഒരു മുഖംമൂടി CJ റോയി അണിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ, ഈ സമൂഹത്തിൽ ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തതെങ്കിൽ ആ മുഖംമൂടി വലിച്ചു കീറപ്പെടണം. കാരണം അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥരുടെ മേൽ, കാരണം അവർ ചെയ്ത കാര്യങ്ങൾക്ക് നാളെ പഴി കേൾക്കേണ്ടി വരും.